ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2-3 ദിവസത്തെ കുക്കിങ്ങും ലഞ്ചും കുറേ റെസിപ്പീസും കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. പെരുന്നാളൊക്കെ കഴിഞ്ഞെങ്കിലും എൻ്റെ ഫ്രണ്ട്സിനൊന്നും ഞാനൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവർക്കും എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം എന്നിങ്ങനെ ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ അത് നടന്നിട്ടുണ്ടായിരുന്നില്ല. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഒരു 10 പേരോളം ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എടുത്തോ പിടിച്ചോ എന്നൊന്നും ചെയ്യാൻ പറ്റില്ല. നന്നായിട്ട് ആലോചിച്ച് പ്ലാൻ ചെയ്തിട്ട് തന്നെ ചെയ്യണം. കാരണം ഇത്രയും പേർക്ക് ഫുഡ് കുക്ക് ചെയ്ത് സെറ്റാക്കി കൊടുക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യം കൂടി അല്ലല്ലോ. അങ്ങനെ ഞാൻ ഇക്കാനോടാണ് സംസാരിച്ചത്. അപ്പോൾ ആൾ ഡബിൾ ഓക്കെ പറഞ്ഞിട്ടാണ്. അങ്ങനെ ചിക്കൻ ബിരിയാണിയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തത്. എൻ്റെ റെസിപ്പി വേറെയായിരുന്നു. അപ്പോൾ ഇക്കാടെ വക ഒരു ചിക്കൻ കാബരി ബിരിയാണി ഉണ്ടാക്കാന്നുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ അവസാനം എത്തിയത്. അപ്പോൾ എനിക്ക് ഈ റെസിപ്പി ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കിതിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇക്കാടെ ഹെൽപ്പറായിട്ട് നിൽക്കേണ്ട വരും, കാരണം എനിക്കിതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ല. അവസാനം ആ റെസിപ്പി തന്നെ ഫൈനലൈസ് ചെയ്തു. അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ്റെ കൂടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഇതിലേക്ക് ഓറഞ്ചിൻ്റെ ജ്യൂസ് ആവശ്യമുണ്ട്, അതേപോലെ സവാളയും തക്കാളി കാര്യങ്ങളൊക്കെ കുറച്ച് എക്സ്ട്രാ വേണമല്ലോ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുമ്പോൾ. പിന്നെ നമ്മുടെ ജീരകശാല റൈസ്, ഞാൻ ബർദ്ദമാൻ റൈസാണ് കേട്ടോ വാങ്ങിക്കാറ്. അങ്ങനെ അതെല്ലാം വാങ്ങി ആൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോഴത്തേനും ക്ലീനിങ്ങും കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആദ്യം വേണ്ടത് വറുത്ത സവാള ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ സവാള വറുക്കാൻ കുറച്ച് ടൈം എടുക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ പണി ആദ്യം തന്നെ തുടങ്ങിയിട്ടുണ്ട്. പകുതി നമ്മൾ വഴറ്റാൻ വേണ്ടിയിട്ടും ബാക്കിയുള്ളത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടുമാണ് കേട്ടോ എടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയും ഒരുമിച്ചൊന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട്. ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലുള്ളത് കൊണ്ടാണ് കുറച്ച് പണി വരുന്നത്, അല്ലെങ്കിൽ കുറച്ചും കൂടി സിമ്പിളാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അരിയിലും വറക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത പണി ചിക്കൻ ഒന്ന് കഴുകി ഊറ്റി വെക്കുക എന്നുള്ളതാണ്. വെള്ളമൊക്കെ കളഞ്ഞ് നല്ല ഫ്രഷാക്കി എടുക്കണം. അപ്പോൾ 5 കിലോയാണ് കേട്ടോ വാങ്ങിയത്. പുതിയ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. രാവിലത്തെ തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഉടനെ തന്നെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. കാരണം എല്ലാവർക്കും ലഞ്ചിന് കൊടുക്കാം എന്നുള്ളൊരു പ്ലാനിങ് ആണ് കേട്ടോ. ആരോടും പറഞ്ഞിട്ടുമില്ല. കാരണം നമുക്ക് ആ സമയമാകുമ്പോഴത്തേനും ആവോ ഇല്ലേ, അല്ലെങ്കിൽ അവരത് വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ടെങ്കിൽ അതും ഒരു പാടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞിട്ടില്ല. ഇനി ആയിട്ടില്ലെങ്കിൽ ഡിന്നറിൻ്റെ ടൈം ആകുമ്പോഴത്തേനും കൊടുക്കാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. അങ്ങനെ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനിയുള്ളത് മസാല പരിപാടിയാണ് കേട്ടോ. നമ്മൾ ഏതിലാണോ ഉണ്ടാക്കുന്ന ആ ഒരു പാനിലേക്ക് നമ്മുടെ വറുത്ത സവാള, അതേപോലെ കട്ട് ചെയ്ത സവാള, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, തക്കാളി, ഗരം മസാല, പിന്നെ ഉപ്പ്, തൈര്, സൺഫ്ലവർ ഓയിൽ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം ഒരുപാടൊന്നും വേണ്ട കേട്ടോ, കുറച്ച് ക്വാണ്ടിറ്റി മതി. ഇതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഓറഞ്ചിൻ്റെ ജ്യൂസാണ് കേട്ടോ. 2 ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മല്ലിയില, പുതിനയില ഇത്രയും ഇട്ടിട്ട് ചിക്കനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ചിക്കൻ ഇടുന്നതിന് മുമ്പ് തന്നെ ഈ മസാല എല്ലാം കൂടി ആദ്യം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിന് ശേഷം ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണം കേട്ടോ. അങ്ങനെ ചിക്കൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായി. ഇനി വേണ്ടത് റൈസാണ്. അപ്പോൾ റൈസും 5 കിലോ ചിക്കൻ ആയതുകൊണ്ട് തന്നെ വലിയ കപ്പിൽ 4 കപ്പ് റൈസാണ് കേട്ടോ എടുത്തത്. അതായത് 1 കിലോയും കുറച്ചും കൂടി കൂടുതലുണ്ടാകും. 1.25 കിലോ റൈസാണ് എടുത്തത്. അപ്പോൾ അത് വേവിക്കാനായിട്ടുള്ള പാത്രം നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ പാത്രം കാണുന്നില്ല. ഒരു അരമണിക്കൂറോളം റൈസ് വെള്ളത്തിൽ കുതിർത്തിട്ട് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, രാവിലെ തന്നെ വെള്ളത്തിലിട്ടുകൊണ്ട്. അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിലിട്ടത് കൊണ്ട് തന്നെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം അത്രയാണ് കേട്ടോ എടുത്തിട്ടുള്ളൂ. 1/2 ഗ്ലാസ് കുറവായിട്ടാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇതിലേക്ക് ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ ഓറഞ്ചിൻ്റെ തൊണ്ട് പീൽ ചെയ്തത് ചെറിയ 2 പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഓൾറെഡി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ കുറച്ച് ക്വാണ്ടിറ്റി ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യൊക്കെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മസാല ചിക്കൻ്റെ അതിലേക്ക് കുറച്ച് വെള്ളം, അതിൻ്റെ മുകളിൽ വെള്ളം നിൽക്കുന്ന ഭാഗത്തിന് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പാകമായിട്ടുള്ള ചോറ് ഒരു 3/4 ഭാഗമാകുമ്പോൾ ചോറ് എടുക്കുക കേട്ടോ. നമ്മൾ ഒരുപാട് വേവിക്കണ്ട. 3/4 ഭാഗത്തിന് ചോറായി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ വെള്ളത്തേപ്പാടെ തന്നെ, വെള്ളം ഒരുപാട് പറ്റിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ആ വെള്ളത്തേപ്പാടെ തന്നെ എടുത്ത് ഈ ഒരു ചിക്കൻ്റെ മസാലയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതാണ് ഈ ഒരു കാബരി ബിരിയാണിയുടെ പ്രത്യേകത. പച്ച മസാലയുടെ മുകളിൽ റൈസ് ഇട്ടിട്ട് ദമ്മിട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഇതേ ബാക്കി പാത്രങ്ങളൊക്കെ കഴുകി കിച്ചണൊക്കെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ. അത്യാവശ്യം പാത്രം ഉണ്ടായിരുന്നു. ഇനിയുള്ള പണി നമ്മുടെ നട്ട്സും സവാളയൊക്കെ ഒന്ന് വറുത്തിടുക എന്നുള്ളതാണ്.
പിന്നെ ചോറൊന്ന് സെറ്റായി വന്നു കഴിയുമ്പോൾ ഏറ്റവും മുകളിൽ ഒഴിക്കാനായിട്ട് സാഫ്രോൺ വേണം. അപ്പോൾ അത് കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. 1 മണിക്കൂറാണ് കേട്ടോ നമ്മൾ ദം ചെയ്യേണ്ടത്. കാരണം ചിക്കൻ നമ്മൾ ഒട്ടും വേവിച്ചിട്ടില്ല, പച്ച മസാലയാണ് താഴെ ഉള്ളത്. റൈസും 3/4 വേവിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് അടച്ച് വെച്ചിട്ട് ഒരു 1 മണിക്കൂർ ദമ്മിട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല ടൈറ്റായിട്ട് അടച്ച് ദമ്മിട്ടിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇങ്ങനെ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞതേ ഓപ്പൺ ആക്കിയപ്പോൾ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ആ സമയത്താണ് നമ്മൾ വറുത്ത് വെച്ച സവാളയും നട്ട്സും അതേപോലെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന സാഫ്രോണും ഒക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് നെയ്യും വേണമെങ്കിൽ മല്ലിയില പുതിനയില എല്ലാം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഞാനതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ബിരിയാണി ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഇക്കായം കൂടി ഉള്ളതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ചെയ്യാൻ പറ്റിയത്. ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ അത്യാവശ്യം കഷ്ടപ്പെട്ടു പോയേനെ. ഇനി ഇതിൻ്റെ കൂടെ കൊടുക്കാനായിട്ട് ഒരു ചെറിയ സാലഡ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് ക്യാരറ്റും കുക്കുംബറൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. കുക്കുംബർ ഗ്രേറ്റ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് വെള്ളം കളഞ്ഞിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. എന്നിട്ട് തൈര് ഉപ്പൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാലഡും റെഡി ആയിട്ടുണ്ട്. കൂടെ നമ്മുടെ അച്ചാർ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറെ സെപ്പറേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈന്തപ്പഴ അച്ചാർ ഷോപ്പിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും അതേ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ കൂടെ കഴിക്കാനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇക്കാക്കൊരു എമർജൻസി വന്നതുകൊണ്ട് തന്നെ ആൾ വേഗം പോയിട്ട് ആൾക്ക് ലഞ്ച് കഴിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിള്ളേർക്ക് ഞാൻ തലേദിവസത്തെ ഫുഡൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ലഞ്ചിന് അഡ്ജസ്റ്റ് ചെയ്തത്. ബിരിയാണി ദമ്മിലിട്ട ആ ഒരു സമയത്ത് തന്നെ എൻ്റെ കുളിയും നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വന്നിട്ട് സവാളയും കാര്യങ്ങളൊക്കെ വറുത്ത് അതൊക്കെ മുകളിലൊക്കെ ഇട്ട് സെറ്റാക്കിയത്. പിന്നെ അതേ സാലഡും ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ലഞ്ച് കഴിച്ചത് വൈകുന്നേരം ഒരു 5:30-6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് ആർക്കും ലഞ്ചിന് ഫുഡ് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഈ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും കൊടുത്തയക്കാനുള്ള ബോക്സും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയുള്ളത് പാക്കിംഗ് ആണ്. ഈ ഒരു പാക്കിംഗ് ബോക്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത്യാവശ്യം ക്വാണ്ടിറ്റി കൊള്ളുകയും ചെയ്യും. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഡിസ്പോസിബിളും ആണ്. അങ്ങനെ എല്ലാവർക്കും പാത്രങ്ങളിലേക്ക് ബിരിയാണി എല്ലാം സെറ്റ് ചെയ്ത് അതിലേക്ക് അച്ചാറും സാലഡും ഒക്കെ ഇട്ട് നമ്മൾ ബോക്സിലാക്കിയിട്ട് വെക്കുകയാണ് കേട്ടോ കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു ചിക്കനൊക്കെ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി. കാരണം എനിക്ക് ഈ വേവാത്ത മസാലയുടെ മുകളിൽ ഇടുന്നതുകൊണ്ട് തന്നെ ചിക്കൻ സെറ്റായിട്ട് വരുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണല്ലോ ഈ ഒരു ബിരിയാണി കാണുന്നത്. അപ്പോൾ ഇക്കാടെ ഒരു ഉറപ്പിലാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് പുറപ്പെട്ടത്. അപ്പോൾ ചിക്കനൊക്കെ എന്തായാലും നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടായിരുന്നു. ഇനി മുകളിൽ ഉള്ള റൈസിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റാൻ കേട്ടോ. നമുക്ക് വൈറ്റ് റൈസും വേണം, മസാലയുള്ള റൈസും വേണമല്ലോ. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി റൈസ് എടുത്ത് വേറൊരു ബൗളിലേക്ക് മാറ്റാണ്. കാരണം കൊടുക്കുമ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഇടയിൽ ആസിമിനെ ഒരു 3 മണിക്കൊക്കെയാണ് കേട്ടോ പ്ലേ സ്കൂളിലാക്കിയത്. അപ്പോൾ അവനൊരു 7 മണിയൊക്കെ ആകുമ്പോൾ വരും. അപ്പോൾ അതൊക്കെ ഹംദാനെയും ഹാറൂനെയും ഞാൻ മാറിയാണ് കേട്ടോ ഏൽപ്പിച്ചേക്കുന്നത്. നമ്മൾ ഇത്രയും ക്വാണ്ടിറ്റി ഫുഡൊക്കെ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തലേദിവസത്തെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാട്ടോ. അല്ലെങ്കിൽ വീട്ടിൽ ഉള്ളവർക്ക് വേറെ, അല്ലെങ്കിൽ അതൊന്നും ചിലപ്പോൾ പ്രാക്ടിക്കൽ ആവില്ല. കാരണം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ എനിക്ക് നേരത്തെ ഫുഡ് ഉള്ളത് കൊണ്ട് തന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഡബിൾ ഓക്കെ ആയിരുന്നു കേട്ടോ. പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പ്ലെയിൻ റൈസൊക്കെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം നമ്മുടെ മസാലയുള്ള റൈസ് ആദ്യം ഒരു ബോക്സിലേക്കാക്കി. എന്നിട്ട് അതിൻ്റെ മുകളിൽ പ്ലെയിൻ റൈസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. സാലഡ് ഇതേ ഒരു ബോക്സിലേക്കും ആക്കുന്നുണ്ട്. നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും ലാസ്റ്റ് അതെല്ലാം സെറ്റാക്കി നമുക്കതിൽ നിന്നൊരു ഫൈനൽ റിസൾട്ട് കിട്ടുമ്പോൾ ഈ പറയണം ഭയങ്കര സന്തോഷമാണല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് എല്ലാവർക്കും അത് ബോക്സിലേക്ക് ആക്കുന്ന സമയത്ത് എന്തോ വലിയൊരു കാര്യം ചെയ്ത പോലെയായിരുന്നു കേട്ടോ എനിക്ക്. നമ്മൾ വീട്ടിൽ നോർമൽ ഫുഡ് ഉണ്ടാക്കാന്നല്ലാതെ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ ഭയങ്കര കുറവാണല്ലോ. അപ്പോൾ ഇക്കാര്യം ഉണ്ടായിരുന്നെങ്കിൽ കൂടി അത് ചെയ്ത് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കൂടെ ടെൻഷനും ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇതെങ്ങനെ ടേസ്റ്റ് ഇതെങ്ങനെയാണെന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ലല്ലോ. എൻ്റെ ബിരിയാണി ആണെങ്കിൽ ഞാൻ കോൺഫിഡൻ്റ് ആണ്. പക്ഷേ ഇക്കാടെ ആയതുകൊണ്ട് ഇതെങ്ങനെ ഉണ്ടാവും എന്നുള്ളത് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഓക്കെ ആയിട്ടാണ് കേട്ടോ തോന്നിയത്. ഇത് ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ഒരു ചിക്കനിലൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു ബിരിയാണി. കാരണം നമ്മൾ ഒരുപാട് വഴറ്റാനും പിടിക്കാനും ഒന്നും നിൽക്കണ്ട, പെട്ടെന്ന് തന്നെ പണി കഴിയും. അപ്പോൾ ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, അടിപൊളിയാണ്.
അങ്ങനെ ആദ്യം ഞാൻ 3 പേർക്കുള്ള ബിരിയാണി അവർക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അത് വന്നതിന് ശേഷം ഹാസിമ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനും കുറച്ച് കഴിക്കാൻ കൊടുത്തു, ഞാനും കുറച്ച് ബിരിയാണി ടേസ്റ്റ് ചെയ്തു. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഡിന്നറിൻ്റെ സമയം ആകുമ്പോഴത്തേനും എത്തിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് റെസ്റ്റ് എടുത്തിട്ടാണ് കുറച്ച് നേരം. അത് കഴിഞ്ഞിട്ടൊരു 7 മണി 7:30 ആയി കഴിഞ്ഞപ്പോഴാണ് ബാക്കിയുള്ളവർക്ക് ഞാൻ പാക്ക് ചെയ്ത് തുടങ്ങിയത്. എന്തായാലും ആ ഒരു ആഗ്രഹം അങ്ങനെ കഴിഞ്ഞിട്ടാണ് എല്ലാവർക്കും ആ ഒരു ബിരിയാണി അൽഹംദുലില്ലാ എത്തിക്കാൻ പറ്റി. എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് 2-3 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഞാൻ കുറച്ച് ഗ്രോസറി ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായി, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ബിരിയാണി എനിക്ക് 2-3 ദിവസത്തേക്ക് ബാക്കിയുണ്ടായിരുന്നു. ഞാൻ ഇത്രയും പേർക്ക് കൊടുത്തെങ്കിലും 2 ദിവസം കുട്ടികൾക്ക് 2 നേരം വെച്ച് ഇത് തന്നെയായിരുന്നു കേട്ടോ കൊടുത്തത്. കാരണം മസാല അത്യാവശ്യം ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. റൈസ് ഓൾമോസ്റ്റ് തീർന്നെങ്കിലും മസാലയുടെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായിരുന്നു കേട്ടോ. അപ്പോൾ 2-3 ദിവസം ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് നാടൻ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ച് മീൻ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. പോയി തിരിച്ച് വരുന്ന വഴിക്ക് ഒരു കിളീനെ പിടിക്കാനായിട്ട് നടക്കുന്ന ഒരു പൂച്ചേനെ കണ്ടതാണ് കേട്ടോ ഈ ഒരു വീഡിയോ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ മുട്ടദോശയും തക്കാളി ചട്നിയാണ് കേട്ടോ. ദോശ പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും മിക്കവാറും ഇഷ്ടം മുട്ടദോശയാണ്. ഒരു ദോശയിൽ ഒരു മുട്ട ഒഴിക്കണമെന്ന് മാത്രം. അത് മാത്രമാണ് കേട്ടോ എനിക്ക് ഡൈജസ്റ്റ് ആവാത്തൊരു കാര്യം. പിള്ളേർക്കൊക്കെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ 9:30 ആ ഒരു സമയത്താണ് കേട്ടോ ഫസ്റ്റ് ബ്രേക്ക് വരിക. അപ്പോൾ അവർക്ക് ബ്രേക്ക് വരുന്നതനുസരിച്ച് അവർ കഴിക്കാൻ വേണ്ടിയിട്ട് വരും, അങ്ങനെ കഴിച്ചു പോവും, അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. അപ്പോൾ ഇക്കാക്കുള്ള ഫുഡ് ഞാൻ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ എനിക്കും കൂടി ഞാനൊരു ദോശ ചുട്ടെടുക്കുന്നുണ്ട്. ഹാസിമും തൊട്ടടുത്ത് തന്നെയുണ്ട് കേട്ടോ സഹായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് സ്പെഷ്യൽ ഫിഷ് കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു കുഞ്ഞി അയിലയാണ് കിട്ടിയത്. ഞാൻ ഇതുവരെ കുഞ്ഞി അയില കറി വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നല്ല ഫ്രഷ് അയിലയാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൈയോടെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ മാങ്ങയും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാങ്ങയും അയില ഇട്ടിട്ട് മുളക് ചാറ് പോലെ കറി വെക്കാമെന്ന് വിചാരിച്ചു. അതേപോലെ ഇടിച്ചക്കയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ലഞ്ച് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. എനിക്കൊരു ബിരിയാണി ഉണ്ടാക്കുന്നതിനേക്കാളും എനിക്കിഷ്ടമുള്ളത് ഇങ്ങനത്തെ നാടൻ ഫുഡുകളാണ് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇക്കായും പോയി അത്യാവശ്യം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിച്ച് അടുക്കളയൊക്കെ ഒതുക്കിയതിന് ശേഷം എനിക്ക് അടിച്ചു വാരാനും തുടയ്ക്കാനും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കിച്ചണിലേക്ക് വന്നത് ഒരു 12:30 മണിയൊക്കെ ആയിട്ട്. അപ്പോഴത്തേനും ഒരുപാട് സമയം പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും ലഞ്ചിൻ്റെ പരിപാടികളിലേക്ക് കടന്നിട്ടുണ്ട്. മീൻ ഓൾറെഡി ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മസാല തേച്ച് വെക്കാണ് ഫ്രൈ ആക്കാനുള്ളത്. എന്നിട്ട് അത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങണം. പിന്നെ ഇതിലേക്ക് കുറച്ച് വിനീഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയുള്ള വലിയ പണിയെന്ന് പറഞ്ഞത് ഇടിച്ചക്ക നന്നാക്കി എടുക്കലാണ്. എനിക്ക് പൊതുവേ ചക്ക നന്നാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള കാര്യമാണ് കേട്ടോ. ഇതാകുമ്പോൾ കുറച്ച് ഡിഫറൻറ്റുമാണ്. നമ്മൾ തൊണ്ടൊക്കെ ചെത്തിക്കളഞ്ഞ് സെൻറ്ററിലുള്ള ആ ഒരു പോർഷനും കൂടി കട്ട് ചെയ്ത് കളയണമല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം അതിനെ വേവിച്ചെടുത്തിട്ട് നമ്മൾ ഉടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഫിഷ് പരിപാടിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾക്ക് അരി അടുപ്പത്തേക്ക് ഇടണം കേട്ടോ. ഇന്ന് ഞാൻ കുത്തരിയാണ് കേട്ടോ ഇടുന്നത്. ഞാൻ മാറി മാറിയാണ് വെക്കാറ്. ഇന്ന് വൈറ്റാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പിറ്റേ ദിവസം കുത്തരി, അങ്ങനെയൊക്കെ മാറി മാറിയാണ് കേട്ടോ ചെയ്യാറ്. ഇങ്ങനെ ഫിഷ് വേഗം ഫ്രിഡ്ജിലേക്ക് വെച്ചതിന് ശേഷം അരി കഴുകി അടുപ്പത്തേക്ക് ഇടുന്നുണ്ട്. ഇനി നമുക്ക് മീൻകറി വെക്കണം. അപ്പോൾ മുളക് ചാറായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണി കഴിയും. മാങ്ങ ഒന്ന് നന്നാക്കി എടുത്താൽ മാത്രം മതി. പിന്നെ നമ്മുടെ ചെറിയുള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ചട്ടി അടുപ്പത്തേക്ക് വെച്ച് നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇവിടെ ഇപ്പോൾ നല്ല ക്ലൈമറ്റാണ്. നല്ല മഴയൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ നല്ല തണുത്ത ക്ലൈമറ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയൊക്കെ കുറച്ച് കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ മുളക് ചാറാണ്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് തിളച്ച് വരുമ്പോൾ ഉപ്പും പുളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ചെറിയ അയിലയും ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് കറീനേക്കായും നമ്മുടെ ഫ്രൈ ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അവർക്ക് കഴിക്കാൻ ഭയങ്കര ഒരു പേടിയായിരുന്നു കേട്ടോ. കണ്ടപ്പോൾ ഒരു മത്തിയുടെ അത്രയും സൈസുള്ള മീനൊക്കെ ആണെങ്കിൽ കണ്ടാൽ തന്നെ അവർക്ക് പേടിയാണ്. അതിൻ്റെ മുള്ള് കുടുങ്ങുമോ എന്നുള്ള ടെൻഷനാണ് കേട്ടോ. ഈവൻ ഹംദാന് വരെ അത് കഴിക്കാൻ പേടിയാണ്. പക്ഷേ ഈ ഒരു മീൻ ഫ്രൈ ചെയ്തിട്ട് എങ്ങോട്ടാ പോയെന്ന് കണ്ടില്ല കേട്ടോ. ഈ ഒരു മീനിൻ്റെ ഫ്രഷ്നെസ്സും കൂടി എടുത്ത് പറയേണ്ടതുണ്ട്. അത്രയ്ക്ക് ഫ്രഷ് പച്ച മീനാണ് ഞങ്ങൾക്ക് കിട്ടിയത്.
അങ്ങനെ മീനും കറിയൊക്കെ തിളച്ച് വന്നതിന് ശേഷം മീനും അടുപ്പത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തിളച്ച് വരുമ്പോഴത്തേനും നമ്മുടെ ഇടിച്ചക്ക ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ തൊണ്ടൊക്കെ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം സെൻട്രൽ പോർഷനൊക്കെ ഒന്ന് കളഞ്ഞ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. കുക്കറിലാണെങ്കിൽ ഒരു വിസിലിൻ്റെ ആവശ്യമുള്ളൂ, പെട്ടെന്ന് വെന്ത് വരും. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചരുവത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതിയാവും. ചക്ക കട്ട് ചെയ്യാൻ പറ്റിയ ഒരു കത്തി ഇപ്പോൾ എൻ്റെ കയ്യിലില്ല കേട്ടോ. എല്ലാ കത്തികളുടെയും മൂർച്ച പോയിട്ടിരിക്കുകയാണ്. ഞാനൊരു സ്റ്റീലിൻ്റെ കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. സ്റ്റീലിൻ്റെ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് കത്തി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മൂർച്ച പോകുന്നതാണ് കേട്ടോ പറയുന്നത്. എനിക്കത് അറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഇതിൻ്റെ തൊണ്ടൊക്കെ ഒന്ന് കളഞ്ഞെടുത്തത്. നല്ല കത്തി ഉണ്ടെങ്കിൽ നമുക്കിത് ഏറ്റവും ഈസി ആയിട്ട് തന്നെ ചെയ്യാവുന്ന പണിയാണ് കേട്ടോ. അല്ലെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുള്ളൊരു പണി വേറെയില്ല. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആ ഒരു പുറം ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഗ്രീൻ കളർ തൊണ്ട്, അതങ്ങനെ കട്ട് ചെയ്ത് കളയുക. അതേപോലെ സെൻറ്റർ പോർഷനിൽ കുറച്ച് കട്ടിയുള്ളൊരു ഭാഗം ഉണ്ടാവും, അതും കൂടി കട്ട് ചെയ്ത് കളയാം കേട്ടോ. എന്നിട്ട് സ്ക്വയർ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വേവിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ വെറുതെ ഒരു മൺചട്ടിയിലാണ് കേട്ടോ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്തത്. എന്നിട്ട് ഒന്നെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിൽ ചെറുതായിട്ട് ഒതുക്കിയെടുക്കാം. അപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് അരഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇടിക്കല്ലോ അമ്മിക്കല്ലോ യൂസ് ചെയ്തിട്ട് ഇടിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല പൊടിയായിട്ട് നല്ല സെറ്റായിട്ട് കിട്ടും കേട്ടോ. നാട്ടിലൊക്കെ ഇത് എപ്പോൾ വേണമെങ്കിലും കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ വിലയൊന്നും ഇല്ല കേട്ടോ. പക്ഷേ കുറേ നാളെത്തി നമുക്കിതൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കാനും കഴിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. എന്നെ പോലെ തന്നെ ഭയങ്കര ചക്കക്കുതിയനാണ് കേട്ടോ ഇക്കായും. പിള്ളേർക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല. മധുരമുള്ള ചക്കയാണെങ്കിൽ ഓക്കെ, ബാക്കിയുള്ളതൊന്നും അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. അങ്ങനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വേസ്റ്റും കാര്യങ്ങളൊക്കെ അതേ എടുത്ത് കളഞ്ഞ് ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ വേവിച്ചെടുത്തത്. ഇനി ഇതിലേക്ക് തേങ്ങയുടെ ഒരു കൂട്ട് വേണം. അപ്പോൾ തേങ്ങയും ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും പച്ചമുളകും ഒക്കെ കൂടി ഒന്ന് ഒതുക്കിയെടുക്കണം കേട്ടോ. ഇനി പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം. കടുകൊക്കെ പൊട്ടിച്ച് നമ്മുടെ ഇടിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് തേങ്ങ ഒതുക്കിയതും കൂടി ഇട്ട് കൊടുക്കുക. തേങ്ങ എത്രയുണ്ടോ അത്രയും ടേസ്റ്റാണ് കേട്ടോ. പിന്നെ മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫിഷ് കറിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ കിച്ചണിലെ പണികളുടെ പര്യവസാനമായിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില വീട്ടിൽ വാങ്ങിയത് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് തന്നെയാണ് കേട്ടോ പറിച്ചെടുത്തത്. വേപ്പില പറിക്കാൻ പാടില്ല എന്നൊക്കെ ഓർഡർ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ആൾ കാണാതെ പറിക്കാറുണ്ട്. അത് വളർന്നു വരുന്ന സമയത്ത് നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ദോഷമാണെന്നാണ് കേട്ടോ പറയണേ. അത് മുരടിച്ചു പോവും എന്നൊക്കെയാണ് പറയണത്. പക്ഷെ വലിയ എമർജൻസി ഒക്കെ വരുമ്പോൾ ഇവിടെ ഇല്ല എന്നാണെങ്കിൽ ഞാൻ പറിക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ലഞ്ച് വിശേഷങ്ങൾ. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇതേ ചോറും കറിയൊക്കെ വിളമ്പിയെടുക്കുകയാണ് കേട്ടോ. ഹാസിമിനും ഹാറൂനും എനിക്കും കൂടിയാണ് കേട്ടോ ഇത് ഒരു പ്ലേറ്റ് എടുക്കുന്നത്. അങ്ങനെ അവർക്ക് വാരി കൊടുത്തതിന് ശേഷം ഞാൻ കഴിക്കും. പിന്നെ ഹംദാനും കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങളിൽ ഞാൻ തട്ടിക്കൂട്ടുന്ന ഒരു ബ്രെഡ് പോക്കറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. സോസേജ് ഉണ്ടെങ്കിൽ അത് ആദ്യം തന്നെ ഫ്രൈ ചെയ്തെടുക്കും. അല്ലെങ്കിൽ ചിക്കൻ പീസോ എന്ത് വേണമെങ്കിലും ആവാം. നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് 2 മുട്ട ആവശ്യമുണ്ട്. കാരണം നമുക്ക് ഇതേപോലെ ബോക്സ് പോലെ കിട്ടണം. അപ്പോൾ അതിന് 2 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഏത് പാനിലാണ് അത് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് അതിൽ 2 ബ്രെഡ് വെച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം വെച്ച് കൊടുക്കാം. സോസേജ്, ചീസ്, അല്ലെങ്കിൽ ചിക്കൻ, അല്ലെങ്കിൽ വെജിറ്റബിൾസ്, ടൊമാറ്റോ, ഏത് വേണമെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതേപോലെ അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഫില്ലിംഗ് ഉള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. നല്ല ഹെവിയാണ്. കാരണം 2 എഗ്ഗ് ഉള്ളതുകൊണ്ട് തന്നെ പിള്ളേർക്ക് പെട്ടെന്ന് തന്നെ വയറ് ഫില്ലാവും. സോസേജ് ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, കുട്ടികളുടെ ഫേവറേറ്റ് ആണല്ലോ. അപ്പോൾ ഈവനിങ്ങിൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ പാർക്കിങ്ങിലെ വെള്ളവും കാര്യങ്ങളൊന്നും പോയിട്ടില്ല. പാർക്കിംഗ് ഏകദേശം ഒരു കുളം പോലെ ആയിട്ടുണ്ട് കേട്ടോ, നിറച്ച് വെള്ളമൊക്കെ ആയിട്ട്. അങ്ങനെ ബാങ്ക് കൊടുത്തപ്പോൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ വന്നതാണ്. അപ്പോൾ സ്കൈ കാണാൻ ഭയങ്കര ഒരു ഭംഗി.
നല്ല കാറ്റും ഉണ്ട് കേട്ടോ. മഴ കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ക്ലൈമറ്റും അതേപോലെ ഭയങ്കര കാറ്റുമാണ്. അപ്പോൾ കുറച്ച് നേരം ഞാനിങ്ങനെ നോക്കി നിന്നതാണ് കേട്ടോ. കുട്ടികളൊക്കെ ഈ വെള്ളത്തിൽ കൂടെ സൈക്കിൾ ഓട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോഴാണ് ഗ്രാൻഡിൻ്റെ ഫ്രണ്ടിൽ കുറേ ലൈറ്റും ആളും ബഹളമൊക്കെ കണ്ടത്. വാസൽ വില്ലേജിൻ്റെ 60ാമത്തെ ബർത്ത്ഡേ എന്നാണ് കേട്ടോ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വാസൽ വില്ലേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് 60 ഇയേഴ്സ് ആയിട്ടുണ്ടാവും. അതിൻ്റെ സെലിബ്രേഷൻ ആണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇത്രയൊക്കെയാണ് 2-3 ദിവസത്തെ വിശേഷങ്ങളും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, റെസിപ്പീസും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുക. അപ്പോൾ കാബരി ബിരിയാണിയുടെ റെസിപ്പി എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ മറ്റൊരു വ്ലോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.